Praise the Lord. ദൈവം നമ്മെ ശിക്ഷിക്കുന്നെങ്കിലും ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ദൈവം സ്നേഹിക്കുന്നതുകൊണ്ട് ദൈവം നമ്മളെ ശിക്ഷിക്കുന്നു. മനസ്സിലായ എത്ര പേരോടുണ്ട്? കർത്താവ് എനിക്കെന്ന സന്ദേശം അതാണ് നമുക്ക് വായിക്കാം. Let's turn to the book of Hebrews chapter 12 verses 5 through 11. Yeah. അവൻ ശാസിക്കുമ്പോൾ മുറ്റുകയുമരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലേടന്മാരത്രേ. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നുന്നു. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. Thank you. Somebody please get from your English Bible. Hebrews chapter 12 verses 5 through 11. And you have forgotten the exhortation which speaks to us to sons. My sons, do not despise chastening of the Lord, nor discourage when you are rebuked by him. For whom the Lord loves, he chastens and scorns every son whom he sees. If you endure chastening, God deals with you as with sons, for that son is there whom the Father does not chasten. But if you are without chastening, of which all have become partakers, then you are illegitimate and not sons. Furthermore, we have had human fathers who corrected us, and we paid them respect. Shall we not much more readily be in subjection to the Father of the Spirit and live? For they indeed for a few days chastened us and seemed best to them, but he for our profit, that we may partakers of his holiness. Now, no chastening seems to be joyful for the present, but painful. Nevertheless, afterward it yields a peaceful fruit of righteousness to those who have been trained by it. Thank you. ലേഖനത്തിന്റെ എഴുത്തുകാരൻ ദൈവമക്കളോട് പറയുന്ന ഒരു സന്ദേശമാണിത്. ദൈവസന്നിധിയിൽ നമുക്ക് ഒരു പിതൃപുത്ര ബന്ധം ഉണ്ട്. God is our Father, and we have the privilege to be called the sons of God. ദൈവത്തിന് മക്കളെന്ന് വിളിക്കപ്പെടാൻ നമുക്ക് ദൈവം അവസരം തന്നിരിക്കുക. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നെങ്ങനെ അറിയാം? എന്നും ഗിഫ്റ്റ് തന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണോ ദൈവം സ്നേഹിക്കുന്നത്? നമ്മളെങ്ങനെയാണോ നമ്മുടെ മക്കളെ എന്നും നല്ല കുറെ ഗിഫ്റ്റ് കൊടുത്ത് നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നതാണോ സ്നേഹത്തിന്റെ പൂർണ്ണത? 5 വാക്കുകൾ ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നത് നമ്മുടെ നാടൻ മലയാള ഭാഷ പറഞ്ഞ് കമ്പിവാദ്യം പോലെ പറഞ്ഞ് ഞാൻ നിർത്താം. ദൈവം ഉപയോഗിക്കുന്ന 5 ഉപകരണങ്ങളുണ്ട്. ഒത്തിരി ഉണ്ട്. 5 ഉപകരണങ്ങൾ ദൈവം ഉപയോഗിക്കുന്നു ഒരു ദൈവ പൈതലിന് വേണ്ടി. ഫസ്റ്റ് വൺ, റോഡ്, ROD. ദൈവം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് വടി. ദൈവം ഉപയോഗിക്കും. എന്തിനാ വടി ഉപയോഗിക്കുന്നത്? ഹലോ, അപ്പന്മാരുടെ കയ്യിൽ നിന്ന് അടി കൊണ്ടിട്ടുള്ള എത്ര മക്കളോട് ഉണ്ട്? താങ്ക് യു. അടി കൊള്ളാത്തൊരു കൈ വെക്കാൻ പറഞ്ഞാൽ നമുക്കെല്ലാം അടി കിട്ടിയിട്ടുണ്ടല്ലേ? അന്ന് അടി കിട്ടിയ കാലത്ത് ഇച്ചിരി പുരവുറപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഭയങ്കര സ്നേഹമാണ്. അടിച്ചതിനാണ്ട് സ്തോത്രമില്ലേ? Rod is an instrument of punishment. ശിക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. Proverbs chapter 3 verses 11 and 12.
സതീഷ് വാക്യം 3:11-12 ഒന്ന് വായിക്കുമോ പ്ലീസ്? Proverbs chapter 3 verses 11 and 12. ദൈവം നമ്മെ ശിക്ഷിക്കുമ്പോൾ നിരസിക്കരുത്. 2010 ദൈവം എന്നെ അടിച്ചു എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? ഹലോ, പ്ലീസ് 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 പ്ലീസ്. 2010 ദൈവം എന്നെ അടിച്ചു എന്ന് പറയാൻ കഴിയുന്ന എത്ര പേരിവിടെ ഉണ്ട്? അതിന് കൈവക്കണ്ട. എന്നെ ദൈവം അടിച്ചിട്ടുണ്ട്, ഒന്നിലധികം പ്രാവശ്യം. ഒത്തിരി കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം. കർത്താവ് തോളെ തട്ടിയിട്ട് പറയുന്നു, ഐ ലവ് യു, ഐ വിൽ ടേക്ക് കെയർ ഓഫ് യു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ കരുതിക്കൊള്ളും. ദൈവം എപ്പോഴെങ്കിലും നിങ്ങളെ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ വടിയുടെ പിറകിൽ കാണുന്ന സ്നേഹത്തിന്റെ ആഴം ദൈവമക്കൾ തിരിച്ചറിയണം. പൗലോസ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച സഭയാണ് കൊരിന്ത് സഭ. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ പൗലോസ് ചോദിക്കുന്നു, ഞാൻ നിങ്ങളുടെ അടുക്കൽ വടിയോടുകൂടെ വരണോ? സ്നേഹത്തിന്റെ ആഴത്തിൽ നിന്നാണ് ചോദിക്കുന്നത്, വടിയോടുകൂടെ വരണോ? ഞാൻ ഈ ഭാഗം ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുസ്തകത്തിലെ ഒരു ചിന്ത പരിശുദ്ധാത്മാവ് പെട്ടെന്ന് എനിക്ക് കാട്ടിത്തന്നു. അതിതാണ്, ഒരു സ്കൂൾ മാസ്റ്ററുടെ കയ്യിലിരിക്കുന്ന ഒരു വടിയുടെ ചിത്രമാണ് എന്റെ മനസ്സിൽ കൊണ്ടുവന്നത്. ഒരു സ്കൂൾ അധ്യാപകന്റെ കയ്യിൽ മനോഹരമായ ഒരു വടിയുണ്ട്. അതിന് പക്ഷേ നിന്റെ നേരെ പലപ്പോഴും ചൂണ്ടിയിട്ടുണ്ടാകാം. 50 സ്റ്റുഡൻസിന്റെ നടുവിൽ നീ ആരാണെന്ന് കാണിക്കാൻ നിന്റെ നേരെ അത് ചൂണ്ടിയിട്ടുണ്ടാകാം. അല്ല, ആ ബോർഡിൽ എഴുതിയ പല ലൈനുകളും നിനക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അടിവരയിടാതെ നിന്നെ വരച്ച് കാണിക്കാൻ ആ വടി ഉപയോഗിച്ചിട്ടുണ്ടാകാം. ഇന്ന് ഈ ഹോളിൽ നിന്ന് നീ വിളിച്ചു പറയണം, എന്റെ അധ്യാപകന്റെ കയ്യിൽ ആ വടി ഉള്ളത് കൊണ്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നെന്ന് പറയണം. ജീവിതത്തിൽ നിനക്ക് വായിക്കാൻ കഴിയാത്ത ഒരുപാട് വരികൾ വായിക്കുവാൻ, നീ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയുവാൻ എന്റെ സ്നേഹവാനായ ദൈവത്തിന്റെ കയ്യിൽ ഒരു വടി പകൽക്കാലമുണ്ട്. വിശ്വസിക്കുന്ന ദൈവം നിന്നെ ആ വടി കൊണ്ട് ദൈവം ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവ സ്നേഹിക്കുന്ന ദൈവമാണെന്ന് തെളിയിക്കും. തീരുന്നില്ല. ഈ ഭാഗം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവിന്റെ ചിന്തയിൽ കൊണ്ടുവന്ന വാക്യമാണ് യെശയ്യാ 28:27. അവൻ ജീരകം വടി കൊണ്ടും കരിഞ്ജീരകം കോൽ കൊണ്ടും തല്ലിയെടുക്കുന്നില്ലയോ? സ്തോത്രം. ശ്രദ്ധിക്കണേ, മെതിവണ്ടി കയറ്റി മെതിച്ച് അരച്ച് കളയാതെ നിന്റെ പ്രകൃതി അറിയുന്നവനായ ദൈവം ഇടയ്ക്കൊരു ചെറിയ അടി നിനക്ക് തന്നിട്ട് നിന്നെ കളപ്പുരയിലേക്ക് ചേർക്കാൻ ഒരു പദ്ധതി ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്തോത്രം. ഇന്ന് പകലിൽ കൃപയോടുകൂടി ഹോളിൽ സ്തോത്രം ചെയ്യുമ്പോൾ എന്റെ മേൽ മെതിവണ്ടി കയറ്റാതെ എന്നെ ഓടി കൊണ്ട് തല്ലിയെടുത്ത ദൈവത്തിന് സ്തോത്രം എന്ന് പറയാൻ കഴിയുന്ന എത്ര ദൈവമക്കളോടെ ഉണ്ട്. അവർ ദൈവത്തിന് സ്തോത്രം ചെയ്യാതെ പോകരുത്. ജീസസ്. നിങ്ങൾക്കറിയാം ഡേവിഡ് കവനന്റ്. ഞാൻ സമയക്കുറവുണ്ടായി വാക്യം വായിപ്പിക്കാത്തെ. 2 ശമൂവേൽ 7:14 വായിക്കണ്ട. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദാവീദേ, നിന്റെ സന്തതിയെ ഞാൻ മനുഷ്യരുടെ വടി കൊണ്ടും മനുഷ്യപുത്രന്മാരുടെ അടി കൊണ്ടും ശിക്ഷിക്കും. സ്തോത്രം. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് രാവിലെ ഈ ഹോളിൽ നാം ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ കവനന്റിന്റെ ഭാഗമാണ് ദൈവം നമ്മെ ശിക്ഷിക്കുന്ന ശിക്ഷയെന്ന് ഓർത്തുകൊണ്ട് കർത്താവിന് നന്ദി പറയാൻ നമുക്ക് കഴിയണം. മോശയുടെ കയ്യിൽ ഒരു വടിയുണ്ട്. ആ വടി കൊണ്ട് പാറയെ അടിച്ചു. എന്റെ ചിന്ത പോയത് അവിടെയല്ല. പാറയ്ക്ക് ജീവനുണ്ടെങ്കിൽ പാറ ഞെളിപിരി കൊള്ളുന്നുണ്ട്, ഇല്ലേ? ഒന്ന് തിരിഞ്ഞു മറിയുന്നുണ്ട് ജീവനുണ്ടെങ്കിൽ. എന്റെ ഭാവനയാണത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, 100 കണക്കിന് ആളുകൾ അതുകൊണ്ട് ദാഹം തീരാൻ പോവുകയാണ്. എന്നൊരു സ്തോത്രം പറഞ്ഞില്ല. അതിന് അടിക്കപ്പെട്ട പാറയ്ക്ക് വേദന ഉണ്ടെങ്കിലും കുടിക്കുന്ന ജനത്തിന് സന്തോഷമാണുള്ളത്. ഇന്ന് പകലിൽ നിന്റെ വേദന മറ്റൊരാൾക്ക് ആശ്വാസമായി തീരുന്നെങ്കിൽ, നിന്നെ ദൈവം അടിക്കുന്നത് മറ്റൊരാൾക്ക് തണലായി തീരുന്നെങ്കിൽ, ദൈവം നിന്നെ അടിക്കുന്നത് ഒരാളിന്റെ ദാഹം തീരുന്നെങ്കിൽ, ഈ ഹോളിൽ നൃത്തം ചെയ്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ടേ പോകാവുള്ളൂ. അവന്റെ ശിക്ഷയുടെ കരം ഇന്ന് പകലിൽ നിന്റെ മേൽ വെച്ച് ദൈവം നിന്നെ ഒന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ പാപം കൊണ്ടല്ല, സ്നേഹം കൊണ്ടുള്ള.
ഫസ്റ്റ് വൺ 5 കാര്യം പറയണമല്ലോ. 1 ബോഡി, 2 സെക്കൻഡ് വൺ യോക്ക്. Matthew chapter 11 verse 29. A wooden frame which used to join 2 animals. 2 മൃഗങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കൃഷിക്ക് യോഗ്യമായി നിലമൊരുക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് യോക്ക്. It represents submission. മത്തായി 11:29 ഇങ്ങനെ പറയുന്നു, എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. Take my yoke upon you and learn of me, for I am meek and lowly in heart, and ye shall find rest unto your souls. നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കിട്ടും. അതിലെ ഒരു വാക്ക് മാത്രം പറയാം. ഒരു യോക്കിന് 2 അറ്റമുണ്ട്, 2 ഭാഗമുണ്ട്, 2 മൃഗങ്ങൾ വേണം. ക്രിസ്ത്യാനിത്വത്തിലെ യോക്കിനും 2 അറ്റമുണ്ട്. അത് 2 വ്യക്തികളല്ല, ഒന്ന് നീയും ഒന്ന് നിന്റെ കർത്താവുമാണ്. എന്റെ സ്തോത്രം പറഞ്ഞില്ല, ഒന്നുകൂടെ പറയാം. ക്രിസ്ത്യാനിത്വത്തിന്റെ യോക്കിന്റെ 2 അറ്റത്തെ ഒന്ന് നീയാണെങ്കിൽ അതിന്റെ മറുവശത്ത് നിൽക്കുന്നത് നിന്റെ കർത്താവാണ്. എപ്പോഴും ദൈവം നിന്നോട് കവനന്റുകൾ ഏർപ്പെടുമ്പോൾ, ദൈവം നിന്നോട് സഖ്യത ചെയ്യുമ്പോൾ നിനക്ക് അതിനോട് തുല്യമായിട്ട് നിൽക്കാൻ കഴിയത്തില്ല. അതിനാണ് ദൈവത്തിന്റെ കൃപ ദൈവം പകരുന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഇന്ന് പകലിൽ? അതിനാണ് ദൈവത്തിന്റെ കൃപ ദൈവം പകരുന്നത്. വടി കൊണ്ട് ശിക്ഷിച്ച് അല്പം കൂടെ കാഠിന്യം കൂടിയതാണ് യോക്ക്. Number 3, 1 Peter chapter 1 verse 7. 1 പത്രോസ് 1-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യം. ദൈവം മക്കളെ ശിക്ഷിക്കാൻ ദൈവം ഉപയോഗിക്കുന്ന ഒന്നിന്റെ പേരാണ് ഫയർ. മലയാളം ബൈബിൾ പറയുന്നു അഗ്നിശോധന. 1 Peter 1:7. 1 പത്രോസ് 1-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യം. That the trial of your faith, being much more precious than of gold that perisheth, though it be tried with fire, might be found unto praise and honor and glory at the appearing of our Lord Jesus Christ. Praise the Lord. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, അഗ്നിശോധനയിലൂടെയാണ് ഇന്ന് പകലിൽ നീ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ എന്റെ ദൈവം പറയുന്നു, നിന്നെ ബഹുമാനിക്കാൻ, നിന്നെ ആദരിക്കാൻ, നിന്നെ തേജസ്സുള്ളവനാക്കുവാൻ, നിന്നെ മഹത്വകരമായ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ അവൻ ഈ അഗ്നിശോധനയിലൂടെ നിന്നെ വിടുകയാണ്. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. റോഡ്, യോക്ക്, ഫയർ. യോബിന്റെ സാക്ഷ്യമെങ്കിലും ഒന്ന് വായിച്ച് കേൾപ്പിക്കാതെ വിടാൻ പറ്റത്തില്ല. ജോബ് ചാപ്റ്റർ 23 verse 10. എന്താ യോബ് പറയുന്നത് നോക്കിക്കേ. ജോബ് 23:10. യോബിന്റെ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. But he knoweth the way that I take. When he hath tried me, I shall come forth as gold. എല്ലാവർക്കും മനസ്സിലായില്ല? ഓ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം തിരമാലകൾ അടിക്കുമ്പോൾ എന്റെ മനസ്സിൽ കിടന്നു വന്നൊരു ചിത്രം ഞാൻ പറയാം. സ്തോത്ര പുസ്തകത്തിൽ ഞാൻ വായിച്ചതാണ്. വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി, വലിയ തിരമാലകൾ അടിച്ചു. എല്ലാവരും ശ്രദ്ധിക്കണം. വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി, വലിയ തിരമാലകൾ അടിച്ചു, വലിയ കാറ്റുയർന്നു. ആ പാവപ്പെട്ട മനുഷ്യന്റെ വീട് മുഴുവൻ ഒഴുകിപ്പോയി. തനിക്കുണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ ഒഴുകിപ്പോയി. വളരെ വിഷണ്ണനായിട്ട് തിരമാലകൾ കണ്ട് ഭാരപ്പെട്ട് ഒരു സമുദ്രത്തിന്റെ തീരത്തെ കരയിൽ താൻ ഇങ്ങനെ നിൽക്കുമ്പോൾ താൻ ദൈവത്തോട് പറഞ്ഞു, എന്റെ ദൈവമേ, എനിക്കുണ്ടായിരുന്ന ചെറിയൊരു കുടിലും എനിക്കുണ്ടായിരുന്ന സമ്പത്തും മുഴുവൻ ഒഴുകിപ്പോയല്ലോ എന്ന് പറഞ്ഞ് ഭാരപ്പെട്ടു നിൽക്കുമ്പോൾ ആ തിരമാലകൾ സമുദ്രതീരത്തെ ഒരുപാട് മണ്ണൊഴുക്കി കൊണ്ടുപോയത് കൊണ്ട് ആ കരയുടെ ഏറ്റവും അടിയിൽ ഒരു നിക്ഷേപത്തിന്റെ പാത്രം ഉണ്ടായിരുന്നു. അത് തെളിഞ്ഞു വന്നു. ഈ തിരമാലകൾ ഒരുപാട് മണ്ണൊഴുക്കിക്കൊണ്ട് പോയപ്പോൾ നിക്ഷേപത്തിന്റെ പാത്രം തെളിഞ്ഞു വന്നു. ആ മനുഷ്യൻ ഓടിച്ചെന്നു, ആ നിക്ഷേപത്തിന്റെ പാത്രം എടുത്തു, മടങ്ങി വന്നു. അയാൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അയാൾ പറയുന്നൊരു കാര്യമുണ്ട്, കുടില് പോയതിനായിട്ട് സ്തോത്രം, സമ്പത്ത് പോയതിനായിട്ട് സ്തോത്രം, സൗഭാഗ്യങ്ങൾ പോയതിനായിട്ട് സ്തോത്രം, നിന്ന സകലവും പോയതിനായി സ്തോത്രം. ദൈവം എന്നെ സഹായിച്ചിരിക്കുന്നു. ഇന്ന് പകലിൽ അടിക്കുന്ന കാറ്റും, ഇന്ന് പകൽക്കാലം ഉയരുന്ന തിരമാലയും, ഇന്ന് പകൽ ഉയർന്നു വരുന്ന പെരുവെള്ളങ്ങളും നിന്നെ മുക്കുന്നുവെന്ന് തോന്നുമ്പോൾ അതിനടിയിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ഒരു നിക്ഷേപത്തിന്റെ പാത്രമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവവേദന ഹോളിലുണ്ടെങ്കിൽ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം പറയട്ടെ. ഈ പകൽ നിനക്കെതിരെ അടിച്ചു വരുന്ന ദൈവം കരുതി വെച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും തിരമാല ഉയർന്നെങ്കിൽ ഈ നിക്ഷേപത്തിന്റെ പാത്രം പൊങ്ങി വരത്തുള്ളൂ. നൂറ്റാണ്ടുകളായി പൂർവ്വപിതാക്കന്മാർ ഇതിന്റെ അടിയിൽ കുഴിച്ചിട്ടെന്നാണ് തലമുറയ്ക്ക് പലർക്കും ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തെ മുക്കിക്കളയാൻ അടിച്ച തിരമാലയ്ക്കകത്ത് നിനക്ക് വേണ്ടി ദൈവം ഒരു നിക്ഷേപത്തെ ഉയർത്തിക്കൊണ്ടിരിക്കുക. പറഞ്ഞു റോഡ്, യോക്ക്, ഫയർ. അല്പം കട്ടിയുള്ളവണ്ണം പറയാം. 2 Corinthians chapter 12 verse 7. Thorn,
നിങ്ങൾ ഇതിന്റെ ആ ഡിഗ്രി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. വടിയാണെങ്കിൽ നമുക്ക് സഹിക്കാം, യോക്കാണെങ്കിൽ അല്പം കൂടെ ബുദ്ധിമുട്ടാണ്, ഫയറാണെങ്കിൽ അല്പം കൂടെ ബുദ്ധിമുട്ടാണ്. ഇതിനേക്കാൾ എല്ലാം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് മുള്ള്. ഒത്തിരി കാലം പ്രാർത്ഥിച്ചതിന് വേണ്ടി മാറിപ്പോയില്ല. അവിടെയാണ് ദൈവം പറഞ്ഞത് കൃപ മതിയെന്ന്. ഹലോ, എല്ലാവരോടുണ്ടോ? അവിടെയാ ദൈവം പറഞ്ഞ കൃപ മതിയെന്ന്. ഫയർ വന്നപ്പോ ദൈവം പറഞ്ഞു അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞു. യോക്ക് വന്നോടെ പറഞ്ഞു ഞാൻ നിന്റെ കൂടെ നിൽക്കുകയാണെന്ന് പറഞ്ഞു. വടി കൊണ്ടുവന്നപ്പോ പറഞ്ഞു ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞു. പക്ഷെ മുള്ളു വന്നപ്പോ പറഞ്ഞു നീ കാണാത്തൊരു കാര്യം ഞാൻ നിനക്ക് തരാം, കൃപ തരാം, കൃപ തരാം, കൃപ തരാം. അളവറ്റ ദൈവകൃപയുടെ പരിപാലനം ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവം ഇതിനെ പകർന്നുകൊണ്ട് ദൈവം നിന്നോട് പറയുകയാണ്, ഈ കൊടുങ്കാറ്റിന്റെ നടുവിൽ നീ തകരത്തില്ല, ഈ തിരമാലയുടെ നടുവിൽ നീ തകരത്തില്ല. ഈ ഹോളിരിക്കുന്ന സകല ദൈവമക്കളും ഇന്ന് പകൽ വിശ്വാസത്തോടെ പറയണം, നിന്റെ കണ്ണിന്റെ മുമ്പിൽ അടിച്ചു വരുന്ന കൊടുങ്കാറ്റിന്റെ നടുവിൽ എന്റെ ദൈവം പറയുകയാണ്, അമാനുഷികമായ ദൈവകൃപയുടെ വ്യാപാരം നിന്റെ ഭവനത്തിനകത്ത് അയച്ച് ദൈവം നിന്നെ നിലനിർത്താൻ പോവുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരു നിമിഷം സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾ സന്തോഷത്തോടെ ഒരു നിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. എന്റെ ദൈവമേ, ഈ കൊടുങ്കാറ്റിന്റെ നടുവിൽ ഞാൻ തകർന്നു പോകുമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഇന്ന് ഞാൻ പിടിച്ചു നിൽക്കുകയാണ്, ഇന്ന് ഞാൻ പിടിച്ചു നിൽക്കുകയാണ്. കാരണം ഞാൻ പറയാം കൃപ. Praise the Lord. Hallelujah, hallelujah. എത്ര പേർക്ക് ഇന്ന് പലകാലം മനസ്സിലാകുന്നുണ്ട്? പരിശുദ്ധാത്മാവ് രണ്ട് വാക്കുകൾ നിങ്ങളോട് പറയാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. രണ്ട് വാക്കുകൾ ഞാൻ വിളിച്ചു പറയുന്നു. ഫസ്റ്റ് വൺ ഗ്രേസ്, സെക്കൻഡ് വൺ അനോയിന്റിംഗ്. സഹോദരന്മാരെ സഹോദരിമാരെ, നിന്റെ കാലിടുന്നു എന്ന് തോന്നുമ്പോൾ അവന്റെ കൃപ നിന്റെ മേൽ പകരും. ശത്രു നിന്നെ വെല്ലുവിളിക്കുന്നു എന്ന് തോന്നുമ്പോൾ അവന്റെ അനോയിന്റിംഗ് നിന്റെ തലമേൽ ദൈവം ഒഴിക്കും. നല്ലൊരു സ്തോത്രം പറഞ്ഞില്ല. രണ്ട് കാര്യം ഞാൻ വിളിച്ചു പറയുന്നു. ഒന്ന്, നിന്റെ കാലിടുന്നു എന്ന് തോന്നുമ്പോൾ അവന്റെ കൃപ ദൈവം നിന്റെ മേൽ പകരും. നിന്നെ ശത്രു വെല്ലുവിളിക്കുമ്പോൾ അവന്റെ അനോയിന്റിംഗ് ദൈവം നിന്റെ മേൽ അയക്കും. ഇന്ന് പകരം നിന്റെ അധരത്തിന്റെ മേൽ ഒരു അനോയിന്റിംഗ് അയക്കാൻ എന്റെ ദൈവം വിശ്വസ്തനാണെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം പറയട്ടെ. ദൈവത്തിന് വാദം റൂമിൽ ഇങ്ങനെ ചിന്തിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പെട്ടെന്നൊരു ചിന്ത എന്റെ മനസ്സിൽ കൊണ്ടുവന്നു. You are David. You don't have any weapons. You don't have any mighty weapons as the world sees. ലോകം കാണുന്നത് പോലെയുള്ള ശക്തിയുള്ള ആയുധങ്ങൾ നിന്റെ കയ്യിലില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ആയുധങ്ങളെ വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിന്റെ ശക്തിയെ തകർക്കാനുള്ള ഒരഭിഷേകം നിന്റെ കരുണയുടെ മേൽ വ്യാപരിക്കാൻ പോവുകയാണ്. നിന്റെ കല്ലിന്റെ മേൽ വ്യാപരിക്കാൻ പോവുകയാണ്. അത് കറക്കി എറിഞ്ഞാൽ മതി, അത് കറക്കി എറിഞ്ഞാൽ മതി. കല്ലിന്റെ ശക്തി കൊണ്ടല്ല, അതിനകത്ത് വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്, അതിനകത്ത് വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്, അതിനകത്ത് വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ പൈതൽ ഹോളിലുണ്ട്, അതിനകത്ത് വ്യാപരിക്കുന്ന അഭിഷേകം ദീർഘനാളുകളായി നിന്റെ കുടുംബത്തെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന, നിന്റെ ഭൗതിക നന്മകളെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന, നിന്റെ മിനിസ്ട്രിയെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ഗോലിയാത്തിന്റെ ശക്തിയെ യേശുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം തകർക്കുമെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യണം. ജീസസ്, എല്ലാവരും ഒരു നിമിഷം കർത്താവിനെ സ്തുതിക്കണേ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കണേ. എന്റെ ദൈവം ജീവനിൽ പറയാൻ രണ്ട് വാക്കുകൾ എനിക്ക് തന്നാൽ ഞാൻ വിളിച്ചു പറയുന്നു. ഫസ്റ്റ് വൺ ഗ്രേസ് ഓഫ് ഗോഡ്, സെക്കൻഡ് വൺ അനോയിന്റിംഗ് ഓഫ് ഗോഡ്. എനിക്കിന്നത് ആവശ്യമാണെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഈ ഹോളിലുണ്ട്? എനിക്കിന്നത് ആവശ്യമാണെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? സഹോദര, ഗോലിയാത്തല്ല വലുത്, നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകമാണ് വലുതെന്ന് വിശ്വസിക്കുന്ന എത്ര പേർ ഇവിടെയുണ്ട്? സഹോദര, ഗോലിയാത്തല്ല വലുത്, നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകമാണ് വലുതെന്ന് വിശ്വസിക്കുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ ഇന്ന് വളരെ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയണം. Praise the Lord. Rod, yoke, fire, thorn. Last one, cross. അത് മാത്രം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാത്യു ചാപ്റ്റർ 8 വേഴ്സ് 34. ഞാൻ പ്രസംഗം ഇവിടെ നിർത്താം. ക്രൂശ് അതിനകത്ത് നിന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ ക്രൂശിനകത്ത് നിന്നയുണ്ട്, ക്രൂശിനകത്ത് പരിഹാസങ്ങളുണ്ട്, ക്രൂശിനകത്ത് ആക്ഷേപങ്ങളുണ്ട്, ക്രൂശിനകത്ത് കൈവിടപ്പെടലുകളുണ്ട്. അത് വ്യാഖ്യാനിക്കാതെ ഞാൻ പറയുക. ക്രൂശിനകത്ത് എല്ലാവരും കണ്ടും കാണാതെ പോകുന്ന അനുഭവമുണ്ട്. ഫൈനലി ക്രൂശിനകത്ത് മരണമുണ്ട്. എല്ലാവരും സ്വന്തം പറഞ്ഞത് ഒന്നുകൂടെ പറയുക. ക്രൂശിനകത്ത് നിന്നയുണ്ട്, ക്രൂശിനകത്ത് ആക്ഷേപമുണ്ട്, ക്രൂശിനകത്ത് കൈവിടപ്പെടലുകളുണ്ട്.
ഏറ്റവും കൂടുതൽ ക്രൂശിനകത്തിൽ മരണമുണ്ട്. പക്ഷെ അവിടെ കൊണ്ട് തീരുന്നതാണെങ്കിൽ ക്രിസ്ത്യാനിത്വത്തിന് വ്യത്യാസമില്ല. ക്രൂശിനകത്തൊരു ഉയർത്തെഴുന്നേൽപ്പുകൂടെ. ക്രൂശിനകത്തൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. നിന്റെ മേളിൽ പിശാചും ലോകവും റോമൻ ഗവൺമെന്റ് കല്ല് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി കൊണ്ട് ക്രൂശിന്റെ ജയമുണ്ടാകാൻ പോവുകയാണ്. ക്രൂശിന്റെ ജയമുണ്ടാകാൻ പോവുകയാണ്. ക്രൂശിന്റെ ജയമുണ്ടാകാൻ പോവുകയാണ്. ക്രൂശിന്റെ ജയമുണ്ടാകാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന ദൈവം ഒരു നിമിഷം കർത്താവിൽ നിന്ന് സ്തുതിക്കണം. വിശ്വസിക്കുന്ന ദൈവം ഒരു നിമിഷം കർത്താവിൽ നിന്ന് സ്തുതിക്കണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്നെ അകത്താക്കി